രണ്ടാമത്തെ സംഭവം ഈ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ജയിലിൽ ഇദ്ദേഹത്തിൻ്റെ സഹമുറിയനായിട്ട് ഞാൻ കിടക്കുക. ഇദ്ദേഹത്തിന് ചോറും കൊണ്ട് ചെന്നിട്ട് അവസാനത്തെ കൊലച്ചോറ് ലാസ്റ്റിലത്തെ ചോറ് കൊണ്ട് കൊടുക്കുന്ന ഇതാണ്. അങ്ങനെ ചോറ് കൊണ്ട് കൊടുക്കാനായിട്ട് ചെന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ വെറുതെ വിടും, നിങ്ങളെ തൂക്കിക്കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പറയാനുണ്ട്. അപ്പോൾ ആ ഷോട്ട് എടുത്തു. അപ്പോൾ ഞാനത് വെറുതെ സിമ്പിളായിട്ട് പറഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദൂരെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ എൻ്റെ ഷോട്ടാണ് എടുത്തത്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്, നീ അത് ആ ഷോട്ട് എടുത്തോന്ന് ചോദിച്ചു. എടുത്തു. നീ എങ്ങനെയാണ് പറഞ്ഞത്, ഒന്നുകൂടെ പറഞ്ഞതെന്ന് പറഞ്ഞെടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനെ കൊല്ലൂല, ചേട്ടനെ വെറുതെ വിടും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ കരഞ്ഞുകൊണ്ട് തന്നെ പറയണം, നിൻ്റെ മുഖത്ത് സങ്കടമേ ഇല്ല, നീ നല്ല സങ്കടത്തോടെ പറയണം എന്നൊന്ന് കുഴഞ്ഞു. കാര്യം ഞാൻ ജീവിതത്തിൽ അന്നേ വരെ കരഞ്ഞ് അഭിനയിച്ചിട്ടില്ല. ഈ സങ്കടം ഇതെങ്ങനെ ഈ ഫീലിംഗ് വരും? കാര്യം ഈ ചെയ്യണത് മുഴുവൻ കോപ്രായം കോമാളിത്തനമാണ്. തമാശ പറയണം, വിഡ്ഢി തമാശകൾ പറയുക, അത് കേട്ട് തല്ലാൻ വരും ആൾക്കാർ. അങ്ങനത്തെ തമാശയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പം വളരെ സീരിയസ് ആയിട്ട് ഒരാളെ തന്നിട്ട് നാളെ തൂക്കൊല്ലാൻ പോവുക, നിങ്ങളെ തൂക്കൊല്ലൂല്ല, നിങ്ങളെ വെറുതെ വിടും, നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പറയുക അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അത് ശരി, നീ ഒന്നുകൂടെ ചെയ്യുന്നു പറഞ്ഞു. ഒന്നുകൂടെ എടുക്കാം, ഡയറക്ടർ ഒന്നുകൂടെ ചെയ്യണം, അത് അവനെ കൊണ്ട് ഒന്നുകൂടെ കരയിപ്പിക്കണം. അപ്പം പിന്നെന്താ ചെയ്യാൻ തോന്നുന്നു, ക്യാമറ വെച്ച് എവിടെ കരച്ചിൽ വരാൻ, ചിരി വരണം, ആട്ടുകാർ ചിരിക്കും ഇത് കണ്ട, അങ്ങനത്തെ രീതിയിൽ കരച്ചിലൊക്കെ വന്നിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ഞാൻ അദ്ദേഹത്തിനെ നോക്കുന്നൊരു ലുക്കിംഗ് പൊസിഷനുണ്ട് ഈ ക്യാമറയുടെ സൈഡിൽ, ഈ പൊസിഷനിൽ ഞാൻ വന്ന് നിൽക്കാം, ഞാൻ നിന്നിട്ട് ഞാൻ അഭിനയിക്കാം, നീ അത് കാണിച്ച് അതേ അഭിനയം നീ തിരിച്ച് ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും അതേ അഭിനയം എന്നെ കൊണ്ട് ചെയ്യാക്കില്ല, അപ്പോഴുമല്ല ഇപ്പോഴും ചെയ്യാക്കില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹം ആ ഡയലോഗ്, ഞാൻ ഈ ഡയലോഗ് പഠിച്ചു വെച്ചിരിക്കും, അദ്ദേഹം ഒരു പ്രാവശ്യം നോക്കിയിട്ട് ആ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡയലോഗ് കാണാപ്പാടമായി കഴിഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം സ്റ്റാർട്ട് ക്യാമറ ഡയറക്ടർ പറഞ്ഞു, ക്യാമറ ഓടാൻ തുടങ്ങിയപ്പം ഇദ്ദേഹം ആദ്യം ഡയലോഗ് പറഞ്ഞു, ചേട്ടനെ ദൈവം വെറുതെ വിടും, രക്ഷിക്കും, ചേട്ടനെ വെറുതെ വിടും എന്ന് ഇദ്ദേഹം പറയുമ്പോൾ കരയുക, കണ്ണിക്കൂടെ ഇങ്ങനെ. ഞാനിവിടെ ഗ്ലിസറിൻ 1/2 ലിറ്റർ വാരി ഒഴിച്ചിരിക്കുക കണ്ണീര് വരാൻ. അവിടെ ഗ്ലിസറിനും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് അഭിനയിക്കുക. എനിക്കിത് കണ്ടിട്ട് എൻ്റെ ഫ്യൂസ് അടിച്ചു പോയി. കാര്യം ആ ചെയ്തതിൻ്റെ ഒരു 100-ലൊരു അംശം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. കാര്യം അന്നേ വന്നില്ല, പിന്നല്ലേ ഇപ്പം. എന്നിട്ട് ഞാനത് കണ്ടിട്ട് ഞാൻ ഒരുവിധം എന്തോ ചെയ്തു. അപ്പം പുള്ളിക്കാരനും കുറച്ച് സമാനമായി കാണുമെന്ന് തോന്നും, അല്ലെങ്കിൽ തോന്നിക്കാണും ഇതിൽ കൂടുതൽ ചെയ്താലേ ഇത് തന്നെ വരുള്ളൂ എന്ന് തോന്നിക്കാണും. അത് പക്ഷേ അത് ഓക്കെ ആയി, ആ സിനിമയിലത് അതാണ് വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് അവിടെ നിന്ന് ഒറിജിനലായിട്ട് കരഞ്ഞ് അഭിനയിച്ച് കാണിച്ചു തന്നിട്ട് അതിനെ ഞാൻ നോക്കിയിട്ട് അതേപോലെ അറ്റ്ലീസ്റ്റ് അത് നോക്കിയെങ്കിലും എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ലൈഫിലെ ഒരേ ഒരു അനുഭവമാണത്. ഭയങ്കര അനുഭവമാണ്, ഒരിക്കലും മറക്കാക്കില്ല അത്. അങ്ങനെ എന്നെ അഭിനയം പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. മറ്റൊരു സിനിമയിലുണ്ടായ ഒരനുഭവം, അത് ആ സിനിമയുടെ പേരോ അല്ലെങ്കിൽ സിനിമയുടെ നായകനോ അതിൻ്റെ ഡയറക്ടറുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതെനിക്കൊരു വളരെ വിഷമം ഉണ്ടായ ഒരു അനുഭവമാണ്. ത്രൂഔട്ട് ഞാനും ഉണ്ട് ആ പടത്തിനകത്ത്. ആ നായകൻ്റെ കൂടെ തന്നെയുള്ള ചില കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പക്ഷെ അത്ര ഒരു നല്ല കഥാപാത്രമല്ല, കുറച്ചൊരു നെഗറ്റീവ് ഇതുള്ള ആളാണ്. ഞാൻ ചാവുന്നുമുണ്ട് അവസാനം. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പം അതിൻ്റെ നായകൻ ഒരു ദിവസം എന്നെ റൂമിലോട്ട് വിളിച്ചു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ പടത്തിൻ്റെ സംവിധായകനും സ്ക്രിപ്റ്റ് എഴുതിയ ആളുമൊക്കെ അവിടെ ഉണ്ട്. അത് ആരാന്ന് എനിക്കിപ്പോൾ ഓർമ്മ വേണ്ടില്ല, അസോസിയേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തോ ഡിസ്കഷനിലിരിക്കുക. അപ്പോൾ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്ലൈമാക്സ് ഈ നായകൻ കുറച്ച് തിരുത്തലുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇദ്ദേഹത്തിന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അത് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മൂന്നാമതൊരാൾ കേട്ടിട്ട് ഇതിലേതാണ് കൊള്ളാവുന്നത് എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അങ്ങനെ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ 2 കഥയും 2 പറയാം, അത് നീ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ആ സ്ക്രിപ്റ്റിലുള്ള ഒരു ക്ലൈമാക്സിലെ ഒരു സീക്വൻസ് പറഞ്ഞു.
എന്നിട്ട് ഇദ്ദേഹം തിരുത്തിയ സീക്വൻസും കൂടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഈ തിരുത്തിയതാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം അത് കുറച്ചുകൂടെ ഒരു ഒരു ഹീറോയിക് പഞ്ചൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഫിക്സ് ചെയ്യാമെന്നായിരിക്കില്ല, ഒരു പക്ഷേ അദ്ദേഹം കൂടെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. അടുത്ത ദിവസം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രി ഞങ്ങൾ അന്ന് 3 പേരാണ് ഒരു മുറി താമസിക്കുന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഒരു 10 മണിക്ക് കതവിലൊരു തട്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഉണർന്നിരിക്കുക. കതവ് തുറന്നു. ഈ ഡയറക്ടർ മുറിക്കകത്തോട്ട് കയറി വന്നിട്ട് എൻ്റെ ഒരു 10 തലമുറ ചീത്ത വിളിച്ചെന്ന്. എന്തിനാന്ന് ഞാനെങ്ങനെ അന്തം വിട്ടിരിക്കുക. ഇങ്ങേര് നമ്മുടെ മലയാളത്തിൽ കേൾക്കാവുന്ന ഏറ്റവും ഗംഭീരമായ തെറികൾ മുഴുവൻ എന്നെ വിളിക്കുന്നത്. അതിനിടെ പറയുന്നത്, നീ ആരാടാ എൻ്റെ ക്ലൈമാക്സ് തിരുത്താൻ? ഞാൻ തിരുത്തിയ? നീയല്ലടാ പറഞ്ഞത് മാറ്റിച്ചത്. ഞാനൊരു ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചത്, അവനത് വേറെ ഒരുത്തന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഇഷ്ടത്തിന് പറഞ്ഞാൽ അത് ഉടൻ തന്നെ നീ അതിന് യെസ് പറയുകയാണോ? ഞാൻ പറഞ്ഞതല്ലേ കൊള്ളാമെന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞു അങ്ങനെ വല്ലതും ഉണ്ട്? എൻ്റെ അടുത്ത് ഏത് കൊള്ളാമെന്ന് ചോദിച്ചു. ഒന്നും നീ പറയണ്ട. എന്നെ തെറി. ആ കേട്ടോണ്ടിരുന്ന 2 വ്യക്തികളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. മറ്റേത് അഗസ്റ്റിനായിരുന്നു. അഗസ്റ്റിൻ ചേട്ടൻ മരിച്ചുപോയി. മറ്റേ ആൾ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. ഞാൻ അദ്ദേഹത്തിന് പേരൊന്നും പറയണില്ല. കാര്യം ഈ സിനിമയോ ഈ ഡയറക്ടറോ അവരൊക്കെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് അവരെ ആരെയും ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വളരെ ഞാൻ അറിഞ്ഞുകൊണ്ട് തിരുത്തുകയോ ഒന്നും ചെയ്തതല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ഫുൾ സ്റ്റോറി നമ്മൾ അഭിനയിച്ച പോയ ഭാഗത്തൂടെ എനിക്കറിയാവുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. നമ്മൾ അന്നൊന്നും സ്ക്രിപ്റ്റ് വായിക്കാനൊന്നും കിട്ടുമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ പ്രധാന വേഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും. ഇത് വായിച്ചിട്ടുമില്ല, എനിക്ക് അറിഞ്ഞും കൂടാ ക്ലൈമാക്സ് എന്തെന്ന് പറഞ്ഞുകൂടാ. അതിനകത്തൊരു സീക്വൻസ് പറഞ്ഞപ്പോൾ ഈ 2 എണ്ണം പറഞ്ഞതിൽ ഏത് കൊള്ളാമെന്ന് അവർ തന്നെ എന്നെ വിളിച്ചിരുത്തി ചോദിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം കൊള്ളാമെന്ന് പറഞ്ഞതിന് എന്നെ ഭീകരമായിട്ട് തെറി വിളിച്ചെനിക്ക്. എനിക്ക് ഭയങ്കര വിഷമമായി. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ ഒരു അനുഭവം കൂടെ ഉണ്ടായി. ഒരു സീക്വൻസിനകത്ത് 5-6 ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഡയലോഗുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് നിന്നിട്ട് റിഹേഴ്സൽ ചെയ്യുക ഡയലോഗ്. അത് ആ ഒരു സീൻ ഒരു ഷോട്ടാണ്, ഫുള്ള് ഒരു ഷോട്ട്. അപ്പം ഇവർ ഇങ്ങനെ ഡയലോഗ് പറയും, ഭയങ്കര സീരിയസ് ആയിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് പറയുന്നു. അപ്പം അന്നത്തെ കാലമാണ്, എടുത്തത് ഇട്ട് കാണാക്കില്ല. അത് കാണണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് റഷസ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അടുത്ത തിയേറ്ററിൽ കൊണ്ടിട്ടേ കാണാക്കുള്ളൂ. അപ്പം ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും. ഫോക്കസ് മോശമാണെങ്കിൽ റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ആർട്ടിസ്റ്റുകളൊന്നും കാണില്ല. അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റർ ഇല്ല, ഒന്നും കാണാക്കില്ലല്ലോ എടുക്കണം എന്താണെന്ന്. ക്യാമറാമാനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡയറക്ടർക്ക്. അല്ല, ഡയറക്ടർക്ക് അറിയില്ല എന്താണ് അതിനകത്ത് വന്നിട്ടുള്ളതെന്നുള്ളത്. അത് ഈ റഷ് കാണുമ്പോഴേ അറിയാക്കൂ. അപ്പോൾ ഈ സീക്വൻസിൽ ഈ ഒറ്റ ഡയലോഗില്ല എനിക്ക്. ഞാനിങ്ങനെ ഒരുമാതിരി ഒരു മാടക്കടയുടെ ഫ്രണ്ടിലാണ് ഈ സീക്വൻസ്. ഇവരൊക്കെ ഭയങ്കര ഡയലോഗ് അങ്ങോട്ട് വിടുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം എടുപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. കാര്യം അതാണെങ്കിൽ നല്ല ലെങ്ത്തുള്ള സീന്, കുറേ റിഹേഴ്സൽ നോക്കുക. അപ്പം ഞാൻ ആ അസോസിയേറ്റിനെ ചോദിച്ചാൽ, അണ്ണാ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ. എനിക്ക് ഇല്ല, ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ, പിന്നെ നിനക്കങ്ങനെ ഡയലോഗ് തരും. ശരി വേണ്ട, ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ ഗടാഗടിയന്മാർ നിന്ന് വാചോടിക്കുക. അപ്പം ഞാനിങ്ങനെ ആക്കി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വെറുതെ നിന്നിട്ട് കാര്യമില്ല. നോക്കിയപ്പം പഴക്കൊല തൂങ്ങി കിടക്കണം ഈ കടയിൽ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ മനസ്സിലൊരു ഐഡിയ തോന്നി, വെറുതെ നിൽക്കില്ല, പഴം തിന്നുകൊണ്ടിരിക്കാമെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് ഞാനിതിൽ നിന്നൊരു പഴം ഇണിഞ്ഞെടുത്തു, തൊലിച്ചു, തിന്നു, തൊലി കളഞ്ഞു. അടുത്തൊരു പഴം എടുത്തു, തൊലിച്ചു, തിന്നു, കളഞ്ഞു. അപ്പോൾ ഇവിടെ ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുക. അടുത്ത് വീണ്ടും ഒരു പഴം എടുത്തു, തൊലിച്ചു, തിന്നു. അങ്ങനെ 3-4 പഴം എടുത്തു. കട്ട്, ഓക്കെ, എല്ലാം കറക്റ്റായി തീർന്നു. ഡബ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ടർ ആദ്യമേ തന്നെ 4 തെറി തന്നെ. എടാ വൃത്തികെട്ടവനെ, നീയൊക്കെ ചുമ്മാതിരുന്നാൽ പോലെ, നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ എന്ത് ചേട്ടാ, എന്ത് പറ്റി? നീ ആ സീനൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനും ഈ ഡയലോഗ് ശ്രദ്ധിക്കില്ല. ആ മൂലയിൽ ഒരുത്തം നിന്ന് ഈ പഴം മാത്രം തിന്നുകൊണ്ടിരിക്കുന്നു. ഈ ആൾക്കാർക്ക് മുഴുവൻ കോൺസെൻട്രേഷൻ ആ മൂലയിൽ. അപ്പോൾ ഇവ എന്തോന്ന് അവിടെ ചെയ്യുന്നതെന്നുള്ള, ഇവിടെ വലിയ സീരിയസ് ഡയലോഗാണ്, നായകനൊക്കെ ഉണ്ട് അതിനിടയിൽ. ഇവരുടെ ഡയലോഗൊന്നും ആരും ശ്രദ്ധിക്കില്ല. മുഴുവൻ ആ മൂലയിൽ നിൽക്കുന്ന ഒരു വാഞ്ഞ ഒരുത്തൻ ഇങ്ങനെ നീ പഴം വെറുതെ തിന്നുകൊണ്ട് നിൽക്കുന്നു, ഒരു 3-4-5 പഴം. അപ്പോഴാണ് അതിൻ്റെ
സീരിയസ് ഞാനിത് പറഞ്ഞപ്പം പല ആൾക്കാരും പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ലേ. നമ്മുടെ അന്നത്തെ വിവരക്കേട്, കാര്യം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിവിടാത്തതുകൊണ്ട് ചെയ്തതാണ്, അല്ലാതെ ഞാനൊരു ഡയലോഗ് ഇല്ലാത്തതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തതല്ല. പക്ഷേ പിന്നീടാണത് മനസ്സിലായത്, അത് അങ്ങനെ ധരിക്കുള്ളൂ. ആ ഡയറക്ടർ പോലും അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാക്കില്ല. കാര്യം നമുക്ക് ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് പകരം ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ വളരെ എന്താ പറയണത്, അങ്ങനൊരു അതൊരു തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെയാണ് വെറുതെ നിൽക്കില്ല പഴം നിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഒരു ആക്ടിവിറ്റി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തത്. പക്ഷേ ഫ്രെയിമിൽ വന്നപ്പം ആ സീനിൻ്റെ ആ സീരിയസ്നെസ്സേ പോയി. കാര്യം അതിനകത്ത് പറയുന്ന ഡയലോഗുകൾ തിയേറ്ററിൽ ഇങ്ങനെ ജനം ശ്രദ്ധിക്കില്ല. കാര്യം ഇങ്ങനൊരു ആക്ടിവിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് ആ ചെയ്തത് വെറുതെ തമാശയ്ക്ക് ചെയ്തത് വലിയ അബദ്ധമായി പോയി. അബദ്ധമായത് മാത്രമല്ല, ഡയറക്ടർ തെറിയും കേട്ടു. അതൊരു നമുക്കൊരു പാഠമായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തേന്മാവിൻ കുടുംബത്തിൻ്റെ ഷൂട്ടിങ് പൊള്ളാച്ചിയിലായിരുന്നു. അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാനാണ് ഞാൻ പോയത്. അതായത് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് പപ്പോട്ടനും ശോഭനയൊക്കെ വന്നിട്ട് ഈ ശോഭനെ തട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ആ തട്ടിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിലെ ഒരാൾ എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ആ വേഷം ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ തമ്പിയാണ്, എൻ്റെ സുഹൃത്ത്. തമ്പി അതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട്. തമ്പി കളരിയാശാനാണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഭയങ്കര തൊടുമർമ്മവും പടുമർമ്മവും ഒക്കെ അറിയാവുന്ന കളരിയാശാനും കൂടെയാണ് തമ്പി. കാര്യം ഈ തമ്പി തന്നെ പിന്നീട് യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ലാലേട്ടന് കളരി മർമ്മം പറഞ്ഞു കൊടുത്തത്, അതിനകത്ത് ചില സീക്വൻസ് പറഞ്ഞു കൊടുത്തത് തമ്പിയാണ്. അപ്പം ഷൂട്ടിങ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ്. പൊള്ളാച്ചിയിലെത്തിയിട്ട് ശക്തി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ശക്തി ഹോട്ടലിൽ ചെന്നിട്ട് വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് ആരും വന്നിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം സച്ചിയേട്ടൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സച്ചിയേട്ടൻ വന്നു. സച്ചിയേട്ടൻ വന്നിട്ട് പറഞ്ഞു, നന്ദു ഇവിടെ റൂമില്ല, ഇവിടെയൊക്കെ ഫുള്ളാണ്, വേറെ മണീസ് ലോഡ്ജ് ഉണ്ട്, അവിടെ റൂം തരാം, എല്ലാവരും വന്നിട്ട് ഞാൻ ഏതെങ്കിലും വണ്ടി തരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഞാനവിടെ എനിക്ക് വിഷമമായി. കാര്യം ബാക്കി ഫുൾ ആൾക്കാരും ഇവിടെ, ആർട്ടിസ്റ്റും എല്ലാവരും, പ്രേംചേട്ടനും അവരൊക്കെ ഇവിടെ, ഞാൻ മാത്രം വേറെ ഇവിടെ. അപ്പോൾ എനിക്കൊരു വിഷമം. ശരി എല്ലാം പോവാം. അങ്ങനെ പെട്ടിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ പ്രേംചേട്ടൻ വന്നിറങ്ങി. നീ എപ്പോൾ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മണിക്കൂറായി, ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ സച്ചേട്ടൻ വന്നു, റൂമില്ല എന്ന്. ഞാനോണ്ട് വേറെ ഏതോ റൂമില്ലേ നിനക്ക്? ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ റൂമില്ല, വേറെ അങ്ങോട്ട് പോകണം. ഒരു കാഞ്ചി, നീ ആ പെട്ടിയെടുത്ത് എൻ്റെ മുറി കൊണ്ട് ഞാൻ എൻ്റെ കൂടെ കിടന്നു, അവിടെ എൻ്റെ മുറി കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പെട്ടിയെടുത്ത് പ്രിയഞ്ചേട്ടൻ്റെ റൂമിലേക്ക് പോയി. അങ്ങനെ ആ സിനിമയ്ക്ക് ഫുള്ള് പ്രിയഞ്ചേട്ടൻ്റെ റൂമിലാണ് കിടന്നത്. ആ ശക്തി ഹോട്ടലിൽ 4 റൂമിലേ അപ്പോൾ AC ഉള്ളൂ. 3 സ്വീറ്റ് റൂമുണ്ട്. അതിൽ ഒരു റൂമിൽ ഒരു ഫ്ലോറിൽ ഒരു സ്വീറ്റ്, അതിനകത്ത് ഒന്നിൽ ലാലേട്ടനുണ്ട്, മുകളിലത്തെ സ്വീറ്റ് റൂമിൽ ശോഭനയുണ്ട്, അതിൻ്റെ മുകളിൽ സത്യരാജുണ്ട് തമിഴ് പടത്തിൻ്റെ ഷൂട്ടിങ്ങിന്. പിന്നെ ഉള്ള ഒരു റൂമിലെ AC ഉള്ളൂ, ആ റൂമാണ് പ്രിയഞ്ചേട്ടൻ്റെത്. ബാക്കി ആരുടെയും മുറി AC അല്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ വന്ന് എൻ്റെ അടുത്ത്, ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, നീ AC-യിലൊക്കെ സൂചിച്ച് കിടക്കണം, നമുക്ക് നോൺ AC റൂമാണ് കേട്ടോ, നമ്മുടെ AC ഇല്ല. ആ ശക്തി ഹോട്ടലന്ന് തുടങ്ങിയിട്ട് കുറച്ച് ആളം കണ്ടേ ആയുള്ളൂ. അങ്ങനെ പ്രിയഞ്ചേട്ടൻ്റെ റൂമിൽ രാവിലെ ആകുമ്പം 5 മണിക്ക് ഞാൻ എഴിച്ച് ഞാൻ റെഡിയായി കഴിയുമ്പോൾ പ്രിയഞ്ചേട്ടനെ വിളിക്കും. പ്രിയഞ്ചേട്ടനെ എഴിച്ച് റെഡിയായിട്ട് 6-6:15 6:30 അവിടെ നിന്ന് പോവും, ഷൂട്ടിങ് തുടങ്ങും. അപ്പോൾ അതിനകത്ത് ഈ മുദ്ദുഗവു എന്ന് പറഞ്ഞ സീക്വൻസൊക്കെ 10-16 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്, ഒരൊറ്റ സീക്വൻസ്. ഈ കണ്ടുപിടിച്ചതിന് ശേഷം ലാലേട്ടൻ പുറകെ പോയി ചുമനെ കയറി പിടിച്ചിട്ട് കുടം താഴെ വീണ് ഉരുളണത്, വള ഉരുളണത്, ഇവർ മറിഞ്ഞ് താഴെ വീണ് വെള്ളത്തിൽ വീണത്, ആ സീക്വൻസ് ഫുള്ള്, ആ ഒരു സീന് ഷൂട്ട് ചെയ്തത് 15-16 ദിവസം കൊണ്ടാണ്. രാവിലെ ആ സ്ഥലത്ത് ചെല്ലും, 2 ഷോട്ട് എടുക്കുമ്പോൾ സൂര്യൻ പൊങ്ങും. ആ ഒരു പർട്ടിക്കുലർ ലൈറ്റ്, ആ ലൈറ്റ് തന്നെ മാച്ച് ചെയ്താണ് ഫുൾ ആ സീക്വൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സേത്തുമട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. സേത്തുമടയിലാണ് ആ വീട്, സേത്തുമട വീട് എന്നാണ് പറയുന്നത്. ആ വീടാണ് വേണിച്ചേട്ടൻ്റെ പനവ ചേച്ചിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീട്.
അവിടെ ചെല്ലും. പിന്നെ അവിടെ ആയിരിക്കും ഷൂട്ടിങ്. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പം അതിനും അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എഡിറ്റർ അമ്പി സാറെന്ന് വിളിക്കുന്ന എൻ ഗോപാലകൃഷ്ണൻ. പ്രിയചേട്ടൻ്റെ അന്നത്തെ എല്ലാ പടങ്ങളും എഡിറ്റ് ചെയ്യുന്നത് അമ്പി സാറാണ്. ഈ വേണുചേട്ടൻ്റെ പടവും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അമ്പി സാറാണ്. അപ്പോൾ അമ്പി സാറുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, കോട്ടയ്ക്കകത്ത്. അമ്പി സാറിന് ലാലേട്ടൻ കൊടുത്തൊരു ഡേറ്റാണ് ആ പടം അമ്പി സാറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പ്രൊഡ്യൂസറാണ്. അപ്പോൾ അമ്പി സാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഈ ഓട്ടോയ്ക്ക് രാജുചേട്ടൻ പറഞ്ഞ അത് ചെയ്ത അതേപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു അംബാസഡർ കാർ വാങ്ങിച്ച് നല്ല പണിയെല്ലാം ചെയ്ത് AC ഒക്കെ ഫിറ്റ് ചെയ്ത് ലാൽ സാറിന് പോകാൻ വേണ്ടിയിട്ട് ആ വണ്ടി പൊള്ളാച്ചിക്ക് വിട്ടു. അങ്ങനെ ആ വണ്ടിയിലാണ് ലാലേട്ടനും പ്രിയചേട്ടനും ഒക്കെ യാത്ര ചെയ്യണം. അപ്പം ഈ 3-4 പേര് ഒരുമിച്ച് യാത്ര ചെയ്യുമെന്ന് പറയുന്ന കാലഘട്ടത്തിലാണത് ഈ സിനിമയും. അങ്ങനെ രാവിലെ ആകുമ്പം ഞങ്ങളൊക്കെ പോവും, ലൊക്കേഷനിൽ പോയി ഏതെങ്കിലുമൊക്കെ വണ്ടി കയറി പോകും. പക്ഷേ വൈകിട്ട് തിരിച്ചു വരുമ്പം എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. ഈ കാറ് പ്രിയചേട്ടൻ ഫ്രണ്ടിലിരിക്കും, ബാക്കിൽ 3 പേരാണ്. ലാലേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, ശ്രീനിയേട്ടൻ, ഇവർ 3 പേരും ബാക്കിൽ. ഫ്രണ്ടിൽ പ്രിയചേട്ടൻ ഇരിക്കും. എന്നിട്ട് ഞാൻ വരണം വരെ വരും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരണം. ഇപ്പോൾ മാനേജരൊക്കെ ഒന്ന് പറയും, വേഗം 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 അവർ വണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ പറയും ഡ്രസ്സ് മാറിയിട്ട് ഓടിയിട്ട് ഞാനൊന്ന് ഫ്രണ്ടിൽ സെൻറ്ററിൽ കയറി ഇരിക്കും പ്രിയചേട്ടൻ. എന്നിട്ട് 1.5 മണിക്കൂർ എടുക്കും. അവിടെ നിന്ന് 1 മണിക്കൂർ മിനിമം എടുക്കും പൊള്ളാച്ചി എത്താൻ. അങ്ങനെ എത്തും. എന്നെയും കൊണ്ടാണ് പോണത്. ഈ എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. കാര്യം വൈകുന്നേരം ഒരു മദ്യസഭയുണ്ട് ചെറിയ. അവിടുത്തെ ബാർമാൻ ഞാനാണ്. ഞാനവിടെ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ മുറിയിൽ പോയി എല്ലാം സെറ്റ് ചെയ്ത് സോഡ ടച്ചിങ്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കും ഇവരെയൊക്കെ. ഇവർ വരും. ഇവർ കുറച്ചേ കഴിക്കും, ഡീസൻ്റായിട്ട് ഒരു 2 പേർക്ക് അടിക്കും. ഇവർക്ക് 1 ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ 2 ഒഴിച്ചടിക്കും. പിന്നെ ഇവർക്ക് 1 ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ 2 ഒഴിച്ചടിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ കിളി പോവും. അത് കഴിഞ്ഞ് എല്ലാവരും മുറിയിൽ പോവും, കിടന്നുറങ്ങും. ഇത് സ്ഥിരമായിട്ട്. ഇത് മാത്രമല്ല, രാവിലെ ആകുമ്പം ഈ കാളച്ചന്ത ഷൂട്ട് ചെയ്യേണ്ടുന്ന സ്ഥലം, ആ സ്ഥലം അതിൻ്റെ കുറച്ച് കാട്, അതിൻ്റെ അപ്പുറം കാടാണ്. പിന്നെ അവിടെ സെറ്റിട്ടിരിക്കുക കാളച്ചന്ത. ആ കാളച്ചന്ത ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് ആരും ഒരു മനുഷ്യനില്ല. ഈ കാടിൻ്റെ സൈഡിൽ കൂടെ ഒരു കാട്ടരുവി ഒഴുകുണ്ട്. കാട്ടരുവി എന്ന് പറഞ്ഞാൽ കണ്ണീര് പോലത്തെ വെള്ളം, ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ. നല്ല രസമാണ്. ഇതെങ്ങനെ ആരോ കണ്ടുപിടിച്ചിട്ട് വന്നു അവിടെ നല്ല പാറക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ലാലേട്ടന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയി. ഞാനും അങ്ങനെ ചെന്നപ്പം നമുക്കിവിടെ കുളിച്ചാലോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യയില്ല. അങ്ങനെ എന്താ കുളിക്കാം എന്ന് പറഞ്ഞിട്ട് രാവിലെ നല്ല തണുത്ത വെള്ളം. എന്തിന് പറയുന്നു, അടുത്ത ദിവസം ലാലേട്ടൻ നാളെ എവിടെ ഷൂട്ടിങ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പതുക്കെ അസോസിയേറ്റ് മുരളിച്ചേട്ടൻ, ചേട്ടാ നാളെ എവിടെ ഷൂട്ടിങ്? നാളെ കാളച്ചന്ത. അപ്പോൾ ചേട്ടാ കാളച്ചന്തയാണോ? പോവാം, രാവിലെ പോവാം. അങ്ങനെ രാവിലെ വരും. എന്നിട്ട് വേണുചേട്ടനും ലാലേട്ടനും ഞാനും കൂടെ അവിടെ പ്രൊഡക്ഷനിൽ നിന്ന് തോർത്ത് വാങ്ങിക്കും, നേരെ പോകും. ലാലേട്ടൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ നമ്മളെ കൂടെ 1-2 പേര് കാണും. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നു പോയി കഴിഞ്ഞാൽ പരമസുഖം. ഡ്രസ്സൊക്കെ ഊരി അങ്ങോട്ട് വെച്ചിട്ട് നേരെ ഈ വെള്ളത്തിലിറങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂർ ആ തണുത്ത വെള്ളത്തിൽ അങ്ങനെ കിടന്നു കുളി. എന്താ രസം! എത്ര ദിവസം! അതൊക്കെ ജീവിതത്തിൽ ഇനി അങ്ങനെയൊക്കെ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കുളിച്ച് അവിടെ നിന്ന് റൂമിൽ നിന്ന് കുളിക്കില്ല, ഇവിടെ വന്നിട്ടാണ് കുളി. ഈ കാളച്ചന്തയെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് കുളി. അങ്ങനെയായിരുന്നു ആ തേന്മാവൻ കൊമ്പത്തിൻ്റെ ഷൂട്ടിങ്. അപ്പം അത് ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമായിരുന്നു. കാര്യം എല്ലാ ദിവസവും ആവേശമായിരുന്നു. അപ്പോൾ അതിനകത്ത് നിലാപ്പൊങ്കലായല്ലോ എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്യുമ്പം രാവിലെ 5 മണിക്കാണ് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ കൂടെ പോകും. അപ്പോൾ ആ പ്രിയചേട്ടൻ ഈ ലെൻസ് ഏതിടണമെന്നും അതിലെന്ത് ഫിൽറ്റർ ഇടണം എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പ്രിയചേട്ടനാണ്. അതിനകത്ത് ക്യാമറാമാൻ ആനന്ദ്, അദ്ദേഹം മരിച്ചുപോയി. തമിഴിൽ ഒരുപാട് പടങ്ങൾ ചെയ്തു. ആനന്ദിൻ്റെ ഫസ്റ്റ് ഫിലിമാണത്. ആ സിനിമയുടെ അങ്ങർക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പം ഞാൻ ശരിക്കും പറയുമായിരുന്നു, നാഷണൽ അവാർഡ് അതിൻ്റെ പകുതി പ്രിയചേട്ടന് കൊടുക്കണം. കാര്യം പ്രിയചേട്ടനാണ് ഏത് ലെൻസ് ഇടണം, ഇദ്ദേഹം ക്യാമറ ചലിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഫുൾ ലൈറ്റപ്പ് ഉൾപ്പെടെ, ഇത് ഇവിടെ ലൈറ്റ് വേണം, അവിടെ ലൈറ്റ് വേണം എന്നെല്ലാം പ്രിയചേട്ടനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഫിൽറ്റർ, പർട്ടിക്കുലർലി ഫിൽറ്റർ, ഇന്ന ഫിൽറ്റർ ഇടുക, 82 ഇട്, മറ്റേ 92, 91 ഇടുന്നൊക്കെ പറഞ്ഞ് നമ്പർ, എനിക്ക് എന്നെ നമ്പറെന്ന് പറഞ്ഞുവിടുക, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ പാട്ടിൻ്റെ അതിപ്പോഴും ആ പാട്ടുകൾ കണ്ടു നോക്കണം. അതിൻ്റെ ആ ഒരു ഭംഗി അത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് ഡേ വരെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര രസകരമായ
ഒരു ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു തേന്മാൻകൊമ്പത്ത്. അതിനകത്ത് ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രി പ്രിയൻചേട്ടൻ ഉറങ്ങാൻ കിടന്നു. നമ്മൾ കിടന്നു കഴിഞ്ഞപ്പോൾ പ്രിയൻചേട്ടൻ എന്നെ പറഞ്ഞു, എടാ പിന്നെ നിൻ്റെ വേഷത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, നീ ഒരു വയസ്സനായിട്ടാണ് അഭിനയിക്കാൻ പോണത്, ഈ തത്തയെ കൊണ്ടുവരുന്ന ഒരു ജോത്സ്യനായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസാണ്, അവസാനം വരെയുണ്ട്, അവസാനം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഒരു 10-75 വയസ്സായ ആളായിട്ടാണ് അഭിനയിക്കുന്നത്. അന്ന് എനിക്ക് 10-26 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്ക് ടെൻഷനായി. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് കുഴപ്പമൊന്നുമില്ല, വേണുചേട്ടനൊക്കെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ നമ്മളൊക്കെ ഇരിക്കില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറെ കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞു അത് സൂക്ഷിക്കണം, അത് ഒടുവിലാൻ ചേട്ടനെ വല്ലതും വിളിച്ച് ചെയ്യിച്ചാൽ പോരെ, എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയൻചേട്ടൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വാശിയാണ്, അവൻ ചെയ്യും, എനിക്കറിയാം എന്ന് പ്രിയൻചേട്ടൻ ഒരൊറ്റ ആൾ അത് അഡമൻ്റായിട്ട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹം. ഡയറക്ടർ തന്നെയല്ലേ പറഞ്ഞു. അങ്ങനെ അത് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്, നീ ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ ചേട്ടാ, നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിന് പേടിക്കുന്നത്, വേണുചേട്ടനുണ്ട് എല്ലാം, ഓരോ ഷോട്ടിനും വേണുചേട്ടൻ എന്തുണ്ടെങ്കിലും നിനക്ക് പറഞ്ഞു തരും. അവനെനിക്ക് പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സൈലൻസ്, ഉറക്കത്തിലേക്ക് പോവുക. അല്ല വേറൊന്നുമില്ല, എന്തായാലും നമ്മുടെ ഈ പടം സൂപ്പർ ഹിറ്റാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാര്യം അങ്ങനത്തെ സിനിമയാണിത്, ഇത് ഗംഭീര ഹിറ്റായിരിക്കും. പ്രിയൻചേട്ടൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു ആയിരിക്കും ചേട്ടാ, അതിന് യാതൊരു സംശയമില്ല. അല്ല ഈ ഒരു കഥാപാത്രം കൊണ്ട് അത് ഇല്ലാതാവാതെ നോക്കേണ്ട ജോലി നിൻ്റെയാണ്. എൻ്റെ ചങ്കിക്കൂടെ ഒരു ഇടിത്തി പാഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ചേട്ടാ, അപ്പോഴാണ് ഞാനല്ല ഇങ്ങനെ, അല്ല ഞാൻ പറഞ്ഞു നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത്ര കെയർഫുള്ളായിട്ട് നീ ചെയ്യണം, അതൊരു മോശമാകാൻ പാടില്ല. കാര്യം അത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചു, അത് ബോറായിരിക്കുന്നു, അത് മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം, നീ ചെയ്യണം നീ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ്. പിന്നെ അത് മുതൽ എനിക്ക് ഒന്നും ഉറങ്ങിയില്ല, ഞാൻ ഫുൾ ടെൻഷനാണ്. രാത്രി മുഴുവൻ ഇങ്ങനെ അത് ആലോചിച്ചാണ്, ദൈവമേ ഇത്രയും നല്ലൊരു പടം ഞാൻ അഭിനയിച്ചത് കാരണം അത് മോശപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാര്യം അത്രയ്ക്ക് ഉഗ്രം പടമാണത്. അപ്പോൾ പിന്നെ പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വേണുചേട്ടൻ ഇൻ ആൻഡ് ഔട്ട് എനിക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു തന്നു. ഒരു പ്രായമായ ആളുടെ ചലനങ്ങൾ എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും, അത് ഇപ്പോഴും മറക്കാക്കില്ല. എനിക്ക് 10 രൂപ തരുമ്പോൾ ആ നോട്ടെടുത്ത് ഇങ്ങനെ പഴയ കാലത്തെ അപ്പന്മാർക്ക് ഈ നോട്ട് കിട്ടിയാലും ഓട്ടയുണ്ടോ എന്ന് നോക്കും. കാര്യം ഓട്ടമുള്ള നോട്ട് ചില കടക്കാരെടുക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു. ആ കണ്ണാടിയിലൊരു പൊട്ടൽ, അതിലൊരു സ്റ്റിക്കർ, ഇതൊക്കെ വെച്ചിട്ട് നടത്തവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വേണുചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രിയൻചേട്ടനും തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ വേണുചേട്ടനാണ് എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്ത് ആ പടം ചെയ്യാനായിട്ട്. അങ്ങനെ ആ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡബ്ബിങ്ങിനും ഉണ്ടായിരുന്ന രസം. ഡബ്ബിങ്ങിന് വേറെ രസമൊന്നുമില്ല. ഡബ്ബിങ്ങിന് വിളിച്ച് ഞാൻ മദ്രാസിൽ പോയിട്ട് ഞാൻ സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് വന്നു. പ്രിയൻചേട്ടൻ കൺസോളിൽ ഇരിക്കുകയാണ്. വന്നു കഴിഞ്ഞ് ഞാൻ നോക്കി ഒരു പ്രാവശ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് പ്രിയൻചേട്ടൻ തുടങ്ങാം ചോദിച്ചു. മൈക്കിൽ അകത്ത് നിന്ന് കൺസോളിൽ ഇരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തത്ത പറഞ്ഞു, തിമ്മയ്യ പറഞ്ഞു, അങ്ങനെ എന്താണ് ഫസ്റ്റ് ഡയലോഗ്. എനിക്ക് ഓർമ്മ വരുന്നില്ല. തത്ത പറഞ്ഞു, തിമ്മയ്യ പറഞ്ഞു, ഞാനത് ഡബ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വൺ മോർ എന്നൊന്നും അല്ല ഡയലോഗ് പറഞ്ഞു. അവിടെ മുരളി നാഗവള്ളി പ്രിയൻചേട്ടൻ്റെ അസോസിയേറ്റാണ്, അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. ഈ മൈക്കിൽ കുത്തിയിട്ട് മുരളി ആ വെളിയിലോട്ടുള്ള ഡോർ അവന് കാണിച്ചു കൊടുക്ക്, നിൻ്റെ ട്രെയിൻ എപ്പോഴാ? ഞാൻ പറഞ്ഞു ട്രെയിൻ രാത്രി. ശരി ഓക്കെ, തീർന്ന് കട്ട് അപ്പോഴേ പോയി. കാര്യം ഒരു കാരണവശാലും എൻ്റെ ശബ്ദം ആ പ്രായവുമായിട്ട് മാച്ച് ആവണില്ല. അല്ലാതെ വൺ മോർ എന്നൊന്നുമല്ല, മൈക്ക് കുത്തിയിട്ട് മുരളി അവൻ ആ ഡോർ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തേരേ എന്ന് പറഞ്ഞു. അപ്പോഴേ ഇറങ്ങി സ്ഥലം വിട്ടു, മിക്കോളാം പറഞ്ഞു. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ അത് അടൂർ ബാസി സാറിൻ്റെ സഹോദരൻ ചന്ദ്രാജി സാറാണത് ഡബ് ചെയ്തത്. അല്ല സുരേഷ് ഏട്ടൻ ഈ കമാൻഡോയുടെ വേഷം ഇട്ടുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ഇവിടെ ഇരിക്കുന്നു ഞങ്ങളെല്ലാം ഇപ്പുറത്തൊരു സ്ഥലത്ത്, നേരെ ഓപ്പോസിറ്റ് ഷൂട്ടിങ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്താൽ മതി. സുരേഷ് ഏട്ടൻ്റെ ഷോട്ടാണ്, പോകാമെന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടൻ നടന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി. അടുത്ത സെക്കൻഡിൽ വിളി വന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കമാൻഡോ ഒന്നും റോട്ടിൽ കൂടെ നടന്നു പോകില്ല. അവർ വെച്ച് ഒറിജിനൽ കമാൻഡോ കൂടെ ഒരു 5-6 പേര് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാനുണ്ട്, പ്രൊഡക്ഷൻ മാനേജറുണ്ട്, ഒരു 5-6 ആൾക്കാർ. അപ്പം
ഈ വണ്ടി പോയ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിചാരിച്ചു നമ്മുടെ ഏതോ ഒരു കമാൻഡായ നാട്ടുകാർ തട്ടിക്കൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ചു. അയാൾ വിളിച്ച് പറഞ്ഞു, അപ്പം തന്നെ വിളി വന്നു.